ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു വീക്കെൻഡ് റിവ്യൂസ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് മാർവലിൻ്റെ ഏറ്റവും പുതിയ സ്പൈഡർമാൻ സീരീസായ യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ ആണ്. 30 മിനിറ്റുള്ള 10 എപ്പിസോഡുകളാണ് ആദ്യത്തെ സീസണിൽ വരുന്നത്. സോ അത്യാവശ്യം വലിയൊരു സീരീസ് തന്നെയാണത്. ഇത് MCUമായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. എന്നാൽ ഇതൊരു ആൾട്ടർനേറ്റ് ടൈം ലൈനിൽ നടക്കുന്ന ഇവൻറ്റ്സ് ആണെന്ന് പറയാം. അതായത് ഇവിടെ ഉദ്ദേശിച്ചത് ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ്റെ വേറൊരു വെർഷനാണ്. പക്ഷേ കൂടെ വരുന്ന സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സും കഥയും സിറ്റുവേഷനും എല്ലാം ഡിഫറൻ്റ് ആണ്. അതായത് സിവിൽ വാറിലാണല്ലോ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അയൺമാൻ വന്നതിന് പകരം ഇവിടെ നോർമൻ ഓസ്ബോൺ അല്ലെങ്കിൽ ഗ്രീൻ ഗോബ്ലിനാണ് വരുന്നത് മാത്രം. സിവിൽ വാർ വരെയുള്ള പ്രധാനപ്പെട്ട ഇവൻറ്റ്സ്, അതായത് അവഞ്ചേഴ്സ് 1-ലെ ആ ഏലിയൻ ഇൻവേഷൻ, പിന്നെ വിൻ്റർ സോൾജറിലെ ഇവൻറ്റ്സ്, അതുപോലെ തന്നെ സിവിൽ വാറിലെ കോൺഫ്ലിക്റ്റ്, ഇതൊക്കെ ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 3 സിനിമകളിലായിട്ട് പീറ്റർ പാർക്കറിൻ്റെ ആ ഒരു ടീനേജ് ലൈഫും സ്കൂൾ ലൈഫും ഒക്കെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇവിടെ അതിനെ വേറൊരു പെർസ്പെക്റ്റീവിലാണ് കാണിക്കുന്നത്. മേരി ജെയിനോ അല്ലെങ്കിൽ മിഷേൽ ജോൺസ് ഒന്നും ഇല്ലാത്തൊരു ആംഗിൾ. പേഴ്സണലി എനിക്ക് ഈ സീരീസിൻ്റെ മൊത്തത്തിലുള്ള വൈബ് ഭയങ്കര രസമായിട്ട് തോന്നി. പ്രത്യേകിച്ച് പീറ്റർ പാർക്കർ എങ്ങനെ സ്കൂൾ ലൈഫും സൂപ്പർ ഹീറോ ലൈഫും തമ്മിൽ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതൊക്കെ. എപ്പിസോഡ് 1 മുതൽ നല്ല വൈബാണ്. പക്ഷേ എപ്പിസോഡ് 4 ആകുമ്പോഴേക്കും പ്ലോട്ട് കുറച്ചും കൂടെ എക്സൈറ്റിംഗ് ആവും. ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സും പിന്നെ ക്യാമിയോസും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതും വെറുതെ കൊണ്ടുവരുന്നതല്ല, അതിൻ്റെ പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട്. ചില സബ്പ്ലോട്ടുകൾ എന്തിനാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് ആദ്യം നമുക്കൊരു കൺഫ്യൂഷൻ തോന്നാം. പക്ഷേ അതിന് സീസൺ ഫിനാലെ ആകുമ്പോഴേക്കും നല്ലൊരു പേ ഓഫും കൊടുക്കുന്നുണ്ട്. 1960s മാർവൽ കോമിക്സിലെ അതേ ഒരു ആനിമേഷൻ സ്റ്റൈലാണ് ഇവിടെ 3D ഫോർമാറ്റിൽ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. 60s ലുക്കാണെങ്കിലും ഇപ്പോഴത്തെ ഒരു മോഡേൺ ഏജിൽ സെറ്റ് ചെയ്ത ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ ആനിമേഷൻ ആദ്യത്തെ എപ്പിസോഡ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നെങ്കിൽ പിന്നെ സെറ്റാണ്. ആ ഒരു സ്മൂത്ത്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. എസ്പെഷ്യലി ആക്ഷൻ സീനുകളിൽ അത് നന്നായിട്ട് ഇവരെ ആനിമേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പൈഡർമാന് സൗണ്ട് കൊടുത്ത ഹുഡ്സൺ ടൈംസ് എന്ന വോയിസ് ആക്ടറിൻ്റെ പെർഫോമൻസ് ഇവിടെ എടുത്തു പറയണം. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന അല്ലെങ്കിൽ കോമിക്കൊക്കെ വായിച്ചാൽ ഫീൽ ചെയ്യുന്ന ആ ഒരു സ്പൈഡർമാനെ തന്നെ ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ടോം ഹോളണ്ടിൻ്റെ പെർഫോമൻസിൻ്റെ ആ ഒരു വൈബ് അല്ലെങ്കിൽ ആ ഒരു എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യും. ഓക്കെ, ഇനി നെഗറ്റീവ്സിലേക്ക് വന്നാൽ ചില ക്യാരക്ടേഴ്സൊക്കെ ഈ ജെൻഡർ സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഹേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് പോയിന്റോ അല്ലെങ്കിൽ പർപ്പസോ ഉണ്ടെന്ന് തോന്നിയില്ല. പക്ഷേ ജെൻഡർ സ്വാപ്പ് ചെയ്യാത്ത മറ്റ് എത്നിസിറ്റിയിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആ ഒരു നല്ല ഇമ്പാക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ആ ക്യാരക്ടേഴ്സിന് കാഷ്വലായിട്ടുള്ള റേസിസം ഫീൽ ചെയ്യുക അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുക എന്നൊക്കെയുള്ള ഫീലിങ്സ് ഒക്കെ വളരെ സബ്റ്റിലായിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സീസൺ 2 ലീഡ് ചെയ്യുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട MCU ഹീറോസും ഇവിടെ വരുമെന്ന് ടീസ് ചെയ്യുന്നുണ്ട്. ഓവറാൾ പറഞ്ഞാൽ വളരെ എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു ഹോൾസം ഷോ തന്നെയാണ് യുവർ ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. സത്യം പറഞ്ഞാൽ എനിക്കിത് സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിനേക്കാൾ ഒരു പടി കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഈ കുഞ്ഞു ഓഡിയൻസിനെയൊക്കെ സ്പൈഡർമാനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു സീരീസ് കൂടെയാണത്. ഈ സീരീസ് ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഈ സീരീസിൻ്റെ ഒരു എപ്പിസോഡ് ബൈ എപ്പിസോഡ് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടണമെന്ന് എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ ഓഫ് ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു വീക്കെൻഡ് റിവ്യൂസ്. അടുത്ത തവണ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.